ഹായ്, അസ്സലാമലൈക്കും. സജന ഹക്കിം വ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എത്തിയിട്ടുള്ളത് പാൽസ്രാവ്. പാൽസ്രാവ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ വളരെ രുചികരമായ മീനാണ്. അപ്പോൾ നമുക്ക് തേങ്ങ വറുത്തരച്ച് വെച്ചാലോ? ഈ രീതിയിലൊന്ന് ഉണ്ടാക്കി നോക്കൂ, തീർച്ചയായും ഇഷ്ടപ്പെടും കേട്ടോ. അടിപൊളി എമ്മി ടേസ്റ്റാട്ടോ ഈ മീൻകറി റെഡിയാക്കി കിട്ടുന്നത്. 100% റിസൾട്ട് നൽകുന്ന പെർഫെക്റ്റ് റെസിപ്പി പാൽസ്രാവ്. തേങ്ങ വറുത്തരച്ച് വെച്ച അടിപൊളി എമ്മി ടേസ്റ്റ് ഈസി റെസിപ്പി കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു പൊളിയായിട്ടാട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് തീർച്ചയായും ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് പാൽസ്രാവ് കൊണ്ട് തേങ്ങ വറുത്തരച്ച് വെച്ച അടിപൊളി എമ്മി ടേസ്റ്റിൽ മീൻകറി സെറ്റാക്കി എടുക്കാം കേട്ടോ. ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ പിന്നെ നമ്മുടെ മീൻകറിയുടെ ചട്ടി കാലിയാവുന്നത് അറിയില്ല കേട്ടോ. അത്രയും ടേസ്റ്റിലാണ് ഈ മീൻകറി ലഭിക്കുന്നത് കേട്ടോ. 100% റിസൾട്ടാണ് കേട്ടോ ഈ മീൻകറിക്ക്. എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം മാത്രം എടുത്താൽ മതി കേട്ടോ. അധികം ഒന്നും എടുക്കണ്ട, അല്ലെങ്കിൽ നമ്മുടെ പാൽസ്രാവിൻ്റെ രുചി അറിയില്ല കേട്ടോ. അപ്പോൾ ഇതേ അളവിൽ നാളികേരം എടുക്കുക. പിന്നെ എന്താണെന്നറിയോ, ചെറുള്ളി, പെരിഞ്ചീരകം അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നല്ലതുപോലെ ഒരു പുളിയെറുമ്പിൻ്റെ നിറമാകുന്നവരെ അങ്ങോട്ട് ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ അങ്ങോട്ട് വറുത്തെടുത്തങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ വറുത്തരച്ച് വെച്ച കറി എന്തൊരു ടേസ്റ്റാണെന്നറിയോ. കറി വെച്ച് കഴിഞ്ഞ് തുമ്പപ്പൂ പോലുള്ള ചോറിട്ട് ആ കറി അങ്ങോട്ട് ഒഴിച്ച് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് വേറൊരു തന്നെയാണ് കേട്ടോ, വേറൊരു ലെവലാണ്. അങ്ങ് വറുത്തങ്ങോട്ട് സെറ്റാക്കി അങ്ങനെ ചൂടാറിയ ശേഷം മിക്സി ജാറിലിട്ടോ ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടോ. അതിന് ശേഷം കേട്ടോ ഞാൻ കുറച്ച് വെള്ളം മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അരച്ചെടുത്തത് കേട്ടോ. ഇതേ രീതിയിൽ വേണം അരച്ചെടുക്കാൻ കേട്ടോ. ഒരു മൺചട്ടി വെച്ച് കൊടുത്തോട്ടോ. അടുപ്പൊക്കെ അങ്ങോട്ട് ഓണാക്കി എന്നിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണ നല്ലതുപോലെ അങ്ങോട്ട് ചൂടായി വന്നാൽ നമുക്കതിലേക്ക് ഉലുവ ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കനച്ചിട്ട് തൊള്ളയിൽ വയ്ക്കാനേ പറ്റില്ല കേട്ടോ. അതിൻ്റെ പേരിൽ ഒരു നുള്ളു മാത്രമേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉലുവൊക്കെ നല്ലപോലെ പൊട്ടിയ ശേഷം ചെറുള്ളി 7 കേട്ടോ ചതച്ചിട്ടെടുക്കണം. പിന്നെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി പേസ്റ്റ് കേട്ടോ. അങ്ങനെ പാകത്തിന് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വയറ്റിയെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ നിറമാകുന്നവരെ ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുക്കണം കേട്ടോ. പിന്നെ തക്കാളി വലുതാണെങ്കിൽ 1 മതി, ഇല്ലെങ്കിൽ 2 മീഡിയം സൈസിൽ തക്കാളി അരിഞ്ഞിങ്ങായിട്ട് സെറ്റാക്കി വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് അടുത്തതായി ഇട്ട് കൊടുക്കേണ്ടത് തക്കാളി കുട്ടനെ കേട്ടോ. അങ്ങനെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് വയറ്റിയെടുക്കണം കേട്ടോ. തക്കാളി നല്ലതുപോലെ ഉടഞ്ഞു ചേരണം, വെളിച്ചെണ്ണ നല്ലതുപോലെ തെളിഞ്ഞു വരണം. അതുവരെ നല്ലതുപോലെ അങ്ങോട്ട് വയറ്റിയെടുക്കണം കേട്ടോ. കഴിക്കാൻ ആഗ്രഹിക്കുന്ന മീനുകളൊന്നാലേ നമ്മുടെ സ്രാവ് അല്ലേ, പാൽസ്രാവ് അല്ലേ. എന്തു രുചിയാണെന്നറിയോ ഈ മീന്. തേങ്ങ വറുത്തരച്ച് വെച്ചാലോ പറയും വേണ്ട അല്ലേ. എമ്മി ടേസ്റ്റായിരിക്കും, ഒരു രക്ഷയില്ല. അപ്പോൾ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് ചേരുന്നത് വരെ ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുത്ത ശേഷം നമുക്കതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. തീ നല്ലതുപോലെ കുറച്ച് വെച്ച് വേണം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി എമ്മി ടേസ്റ്റിലാട്ടോ ഈ മീൻകറി ലഭിക്കുന്നത്. 100% റിസൾട്ടാണ് ഈ മീൻകറിക്ക് കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ തക്കാളി നല്ലതുപോലെ ഉടഞ്ഞ് ചേർന്ന് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് മഞ്ഞൾപ്പൊടി പാകത്തിന്, മുളക് പൊടി പാകത്തിന്, പിന്നെ നമ്മുടെ ഈ മല്ലിപ്പൊടി പാകത്തിന് കേട്ടോ. എന്നിട്ട് മസാലയുടെ പച്ചമണം മാറുന്നതുവരെ ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുത്ത ശേഷം നമുക്കതിലേക്ക് ചൂടുള്ള വെള്ളം കേട്ടോ, നല്ല ചൂടുള്ള വെള്ളം 1 കപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കാം കേട്ടോ. ഇനി നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്നറിയണ്ടേ, കൊടംപുളി കേട്ടോ. കൊടംപുളി അങ്ങോട്ട് വെള്ളത്തിലിട്ട് വെച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് മസാല സെറ്റായാൽ ഉടനെ നമുക്കതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ അങ്ങോട്ട് മിക്സ് ആക്കണം. അതിനുശേഷം നമുക്കതിലേക്ക് പാകത്തിനുള്ള കൊടംപുളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനത്തെ മസാല സെറ്റായിട്ടുണ്ട്.
ഇനി നമുക്കതിലേക്ക് ചൂടുള്ള വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കാം. അതിന് ശേഷം നമുക്ക് പാകത്തിനുള്ള കുടംപുളിയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അടിപൊളി എമ്മി ടേസ്റ്റിലാട്ടോ ഈ മീൻകറി ലഭിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കാന്താരി മുളക് കേട്ടോ. കാന്താരി മുളകും നാടൻ മുളകും എൻ്റെ വീട്ടിലുണ്ടായതാട്ടോ. അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ മീൻകറിക്ക്. അങ്ങനെന്താ ചേർത്ത് കൊടുത്തങ്ങായിട്ട് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം കേട്ടോ. അങ്ങനെന്താ മൂടി വെച്ചു. ഇനി നമുക്ക് നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം തേങ്ങ വറുത്തരച്ച് സെറ്റാക്കി വെച്ചിരുന്നില്ലേ, അതങ്ങോട്ട് തട്ടി കൊടുക്കാം കേട്ടോ. ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ ചട്ടകവുമായിട്ടാട്ടോ ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കേട്ടോ. ആരും വീഡിയോസ് എടുത്ത് തരാനായിട്ടില്ല കേട്ടോ, അതിൻ്റെ പേരിലാണ് കേട്ടോ. അതങ്ങോട്ട് തട്ടിക്കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നല്ല തിളച്ച വെള്ളം 1 കപ്പ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ അങ്ങോട്ട് ഒഴിച്ചെടുത്ത ശേഷം നല്ലതുപോലെ അങ്ങോട്ട് മിക്സാക്കണം. അതിന് ശേഷം നല്ല പഞ്ഞി പോത്തതാ പാൽസ്രാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇട്ട് കൊടുത്ത ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം. അപ്പോൾ നല്ല കുറുകിയ ചാറോട് കൂടിയാട്ടോ ഈ മീൻകറി സെറ്റായി കിട്ടിയത് കേട്ടോ. അങ്ങനെതാ നമുക്ക് കാണാം കേട്ടോ, മീനൊക്കെ വെന്ത് സെറ്റായിട്ട് ഇതാ വന്നിട്ടുണ്ടേ. അങ്ങതാ കുറുകിയ ചാറോട് കൂടി നമ്മുടെ മീൻകറി സെറ്റായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പാൽസ്രാവ് തേങ്ങ വറുത്തരച്ച് വെച്ച മീൻകറി ഒരു രക്ഷയില്ല മക്കളെ. ഇനി നമുക്ക് തോളിക്കണം കേട്ടോ കറി. ഒരു പാൻ അടുപ്പത്തേക്ക് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പാകത്തിന് ഇതാ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കാം. വെളിച്ചെണ്ണയിൽ കാച്ചുന്നതാട്ടോ മീൻകറിക്ക് ടേസ്റ്റ് കേട്ടോ. ഓയിലിൽ കാച്ചാൽ പ്രത്യേക ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ. വെളിച്ചെണ്ണയിൽ മാത്രമേ കാച്ചാൻ പാടുള്ളൂ കേട്ടോ. ചെറുളി കുഞ്ഞാ അരിഞ്ഞതാ തട്ടി കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ബ്രൗൺ നിറമാകുന്നൊരു ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുത്ത ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് ബ്രൗൺ നിറമാകുന്നൊരു ഇളക്കി കൊടുത്തങ്ങോട്ട് സെറ്റാക്കി എടുത്തു കേട്ടോ. ഇനി നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കിയ ശേഷം നമുക്ക് എമ്മി ടേസ്റ്റിയായ നമ്മുടെ മീൻകറിയിലെ പാൽസ്രാവ് തേങ്ങ വറുത്തരച്ച് സെറ്റാക്കി വെച്ചത് അതിലേക്കിതാ തട്ടി കൊടുക്കുന്നുണ്ടേ. അടിപൊളി എമ്മി ടേസ്റ്റി മീൻകറി എന്ന് പറയാൻ ഇതിനെ കഴിച്ചിട്ടുള്ളൂ കേട്ടോ. 100% റിസൾട്ട് നൽകുന്ന പെർഫെക്റ്റ് റെസിപ്പി പാൽസ്രാവ് തേങ്ങ വറുത്തരച്ച് അടിപൊളി എമ്മി ടേസ്റ്റിൽ വെച്ചതാട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, പരമാവധി ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ബൈ.